തീർച്ചയായും നിങ്ങൾ നൽകിയ സന്ദേശത്തിന്റെ ടെക്സ്റ്റ് രൂപം താഴെ നൽകുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇന്നത്തെ യൂണിവേഴ്സ് മെസ്സേജിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. നമ്മളെല്ലാവരും ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും, എന്റെ ആഗ്രഹം എപ്പോഴാണ് നടക്കുക? എന്റെ ആഗ്രഹങ്ങൾ മാത്രം നടക്കുന്നില്ലല്ലോ എന്ന്. ചിലപ്പോൾ അത് വളരെ ചെറിയൊരു ആഗ്രഹമായിരിക്കും, അല്ലെങ്കിൽ സാമ്പത്തികമായ ഒരു വലിയ ലക്ഷ്യമായിരിക്കും, നല്ലൊരു ജോലിയായിരിക്കും, അതും അല്ലെങ്കിൽ സ്വന്തമായ ഒരു വീട് എന്ന സ്വപ്നമായിരിക്കും. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടി നമ്മൾ പലയിടത്തും അലയാറുണ്ട്. എന്നാൽ ഈ പ്രപഞ്ചത്തിന് നമ്മളോട് സംസാരിക്കാൻ അതിൻ്റേതായ ചില രഹസ്യഭാഷകളുണ്ട്. അതിലൊന്നാണ് ഏഞ്ചൽ നമ്പറുകൾ. ഇന്ന് നിങ്ങൾ ഈ വീഡിയോ കാണാനിടയായത് നിങ്ങളുടെ ഉള്ളിലെ ആ അദൃശ്യമായ ഊർജ്ജമാണ്. ഇതൊരു സാധാരണ മോട്ടിവേഷൻ വീഡിയോ അല്ല. പലപ്പോഴും നമ്മൾ തന്നെ തിരിച്ചറിയാത്ത നമ്മുടെ ഉള്ളിലെ മറഞ്ഞിരിക്കുന്ന സ്വഭാവങ്ങളെയും നമ്മെ തടഞ്ഞു നിർത്തുന്ന തടസ്സത്തെ പുറത്തെടുത്ത് നിങ്ങളുടെ ആഗ്രഹസാഫല്യത്തിലേക്കുള്ള വഴി കാണിച്ചു തരുന്ന ഒരു മാന്ത്രിക യാത്രയാണിത്. ഇപ്പോൾ നിങ്ങളുടെ സ്ക്രീനിൽ 2 ഏഞ്ചൽ നമ്പറുകൾ തെളിയും. ഒന്നാമത്തെ നമ്പർ 1111, രണ്ടാമത്തെ നമ്പർ 2222. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കണ്ണുകൾ അടച്ച് ദീർഘമായി ഒരു ശ്വാസം ഉള്ളിലേക്കെടുക്കുക. ഇനി പതുക്കെ കണ്ണുകൾ തുറന്ന് ഈ 2 നമ്പറുകളിലേക്ക് നോക്കുക. ഇതിൽ ഏത് നമ്പറാണോ ആദ്യം നിങ്ങളുടെ ശ്രദ്ധയെ ആകർഷിച്ചത്, ഏത് നമ്പറിനോടാണോ നിങ്ങളുടെ മനസ്സിന് കൂടുതൽ അടുപ്പം തോന്നിയത്, ആ നമ്പർ നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുക. ഒരിക്കൽ തിരഞ്ഞെടുത്ത നമ്പർ വീണ്ടും മാറ്റാൻ പാടില്ല. നിങ്ങളുടെ ഉള്ളിലെ അവബോധം നിങ്ങളെ എങ്ങോട്ടാണോ നയിച്ചത് അത് തന്നെ ഉറപ്പിക്കുക. നിങ്ങൾ നമ്പർ തിരഞ്ഞെടുത്തു കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഈ നമ്പറുകൾ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച്, നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്പർ 11. 11 തിരഞ്ഞെടുത്തവർക്കുള്ള പ്രപഞ്ച സന്ദേശം. നിങ്ങൾ 11 എന്ന നമ്പറാണ് തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങൾ വളരെ പ്രത്യേകതയുള്ള ഒരു വ്യക്തിയാണ്. ഇന്നത്തെ ഈ സ്വാർത്ഥമായ ലോകത്തിൽ വളരെ അപൂർവമായി മാത്രം കാണുന്ന ഒരു പ്രകൃതമാണ് നിങ്ങളുടേത്. ഇന്ന് പലരും പണത്തിനും അധികാരത്തിനും മറ്റുള്ളവരെ തോൽപ്പിക്കാനും വേണ്ടി ഓടുമ്പോൾ നിങ്ങൾക്കേറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങളുടെ മനസ്സമാധാനമാണ്. ഒരു ദിവസം മുഴുവൻ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ സമാധാനത്തോടെ കഴിഞ്ഞാൽ അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് വിശ്വസിക്കുന്ന ആളാണ് നിങ്ങൾ. മറ്റൊരാളുടെ സൗഭാഗ്യങ്ങൾ കണ്ട് അസൂയപ്പെടുന്ന ശീലം നിങ്ങൾക്കില്ല. എനിക്കുള്ളത് മതി, എന്റെ ദൈവം എനിക്ക് തന്നത് എനിക്ക് മതിയാകുമെന്ന് ചിന്തിക്കുന്ന അതിയായ നന്ദിയുള്ള ഒരു ഹൃദയമാണ് നിങ്ങളുടേത്. ഈ മനോഭാവം പ്രപഞ്ചത്തിന്റെ വലിയൊരു അനുഗ്രഹമാണ്. എന്നാൽ നിങ്ങളുടെ ഈ നന്മകൾക്കിടയിലും നിങ്ങളുടെ വിജയത്തെ തടഞ്ഞു നിർത്തുന്ന ഒരു വലിയ ദോഷവശം നിങ്ങൾക്കുണ്ട്. അതെന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങൾക്ക് വലിയ കാര്യങ്ങൾ നേടാൻ കഴിവില്ല എന്നല്ല അതിനർത്ഥം. മറിച്ച് നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തുവരാൻ നിങ്ങൾക്ക് ഭയമാണ്, അല്ലെങ്കിൽ മടിയാണ്. എല്ലാം അതിൻ്റേതായ സമയം വരുമ്പോൾ നടക്കും, ദൈവം തരുമ്പോൾ തരുമെന്ന് പറഞ്ഞ് പല പ്രധാനപ്പെട്ട തീരുമാനങ്ങളും നിങ്ങൾ മാറ്റിവെക്കാറുണ്ട്. ഈയൊരു ശീലം കാരണം നിങ്ങളുടെ ജീവിതത്തിൽ എത്രയോ മികച്ച അവസരങ്ങൾ നിങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കൂ. നിങ്ങളുടെ ഉള്ളിൽ ഒരു വലിയ ശക്തി ഒളിഞ്ഞിരിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ കഴിവിനെക്കുറിച്ച് വളരെ കുറഞ്ഞ രീതിയിലാണ് വിലയിരുത്തുന്നത്. എനിക്ക് അതിനുള്ള കഴിവുണ്ടോ? ഞാൻ ചെയ്താൽ ശരിയാകുമോ എന്ന സംശയം എപ്പോഴും നിങ്ങളെ വേട്ടയാടും. ആ സംശയം തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ നിങ്ങൾ വലിയ ആപത്തുകളിൽ നിന്നോ സാമ്പത്തിക തകർച്ചകളിൽ നിന്നോ അത്ഭുതകരമായി രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് കാരണം നിങ്ങളുടെ ഭാഗ്യം മാത്രമല്ല, അത് നിങ്ങളുടെ നല്ല മനസ്സും മറ്റുള്ളവരോടുള്ള നിങ്ങളുടെ വിനയവുമാണ്. ആരെങ്കിലും നിങ്ങളോട് തെറ്റ് ചെയ്താലും അവരോട് പ്രതികാരം ചെയ്യാൻ നിങ്ങളുടെ മനസ്സ് അനുവദിക്കില്ല. ഈ ഗുണമാണ് നിങ്ങളെ ദൈവാനുഗ്രഹത്തിന് അർഹനാക്കുന്നത്. നിങ്ങളുടെ ആഗ്രഹം എപ്പോൾ നടക്കും? നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ വേഗത്തിൽ മുന്നോട്ടു പോകുമ്പോൾ നിങ്ങൾ മാത്രം ഒരേ സ്ഥലത്ത് നിൽക്കുന്നതുപോലെ നിങ്ങൾക്ക് തോന്നാറില്ലേ? എന്നാൽ ജീവിതം എല്ലാവർക്കും ഒരേ വേഗതയിലല്ല സഞ്ചരിക്കുന്നത്. നിങ്ങളൊരു മുളമരത്തെപ്പോലെയാണ്. വർഷങ്ങളോളം ഒരു വളർച്ചയും കാണിക്കാതെ മണ്ണിനടിയിൽ വേരുകൾ ഉറപ്പിക്കുന്ന മുള പെട്ടെന്ന് ഒരു ദിവസം ആകാശമുട്ടെ വളരും. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നടക്കുന്നത് ആ തയ്യാറെടുപ്പാണ്. നിങ്ങളുടെ ആഗ്രഹം നടക്കാൻ പോകുകയാണ്. പക്ഷേ അതിനു മുൻപ് നിങ്ങളൊരു കാര്യം ചെയ്യണം. നിങ്ങളുടെ ഉള്ളിലെ ആ മടുപ്പും മടിയും മാറ്റണം. സമയം വന്നാൽ നടക്കും എന്ന ചിന്തയിൽ നിന്ന് ഞാൻ ശ്രമിച്ചാൽ എനിക്കത് നേടാൻ കഴിയും എന്ന വിശ്വാസത്തിലേക്ക് നിങ്ങൾ മാറണം. ഈയൊരൊറ്റ മാറ്റം നിങ്ങൾ കൊണ്ടുവന്നാൽ നിങ്ങൾ കാത്തിരിക്കുന്ന ആ വലിയ അത്ഭുതം അടുത്ത ചുരുങ്ങിയ മാസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകും. പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്ന സിഗ്നൽ അതാണ്. നമ്പർ 22 തിരഞ്ഞെടുത്തവർക്കുള്ള പ്രപഞ്ച സന്ദേശം. നിങ്ങൾ ഇതുവരെ കടന്നുപോന്ന ജീവിതം ഒട്ടും എളുപ്പമായിരുന്നില്ല എന്ന് പ്രപഞ്ചത്തിനറിയാം. പലപ്പോഴും നിങ്ങൾ ആകാശത്തേക്ക് നോക്കി ചോദിച്ചിട്ടുണ്ടാകും, എന്തുകൊണ്ടെല്ലാം എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നു? ഞാൻ മാത്രം എന്തുകൊണ്ടാണ് ഇത്രയധികം കഷ്ടപ്പെടുന്നത്?
ഒരിക്കലല്ല, പലതവണ കണ്ണീരോടെ നിങ്ങൾ ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. നിങ്ങളുടെ സ്വഭാവത്തിൽ വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഒരാളെ വിശ്വസിച്ചാൽ അല്ലെങ്കിൽ ഒരാളെ സ്നേഹിച്ചാൽ അത് പകുതിയാക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങൾ നിങ്ങളുടെ 100% അവർക്കായി നൽകും. നിങ്ങളുടെ സമയം, നിങ്ങളുടെ പണം, നിങ്ങളുടെ കരുതലെല്ലാം അവർക്കായി മാറ്റിവെക്കും. എന്നാൽ അതേസമയം നിങ്ങൾ ജീവനതുല്യം സ്നേഹിച്ചവർ നിങ്ങളെ വേദനിപ്പിച്ചാൽ അല്ലെങ്കിൽ വഞ്ചിച്ചാൽ നിങ്ങൾ പെട്ടെന്ന് അവരിൽ നിന്ന് അകന്നുമാറും. പിന്നെ അവരോട് പഴയതുപോലെ സംസാരിക്കാനോ സ്നേഹിക്കാനോ നിങ്ങൾക്കൊരിക്കലും കഴിയില്ല. ഇത് നിങ്ങളുടെ ശക്തിയാണോ അതോ ദൗർബല്യമാണോ? സത്യത്തിൽ ഇത് രണ്ടുമാണ്. വിശ്വാസവും വഞ്ചനയുമാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠങ്ങൾ. നിങ്ങൾ വിശ്വസിച്ച ആളുകൾ, കൂടെ നിന്നവർ നിങ്ങളെ ഏറ്റവും ക്രൂരമായി വഞ്ചിച്ചിട്ടുണ്ടാകാം. സത്യത്തിൽ നിങ്ങളെ സ്നേഹിച്ച ചില നല്ല മനുഷ്യരെ പഴയ അനുഭവങ്ങളുടെ പേരിൽ നിങ്ങൾ അകറ്റി നിർത്തിയിട്ടുമുണ്ടാകാം. ഇതൊരു സാധാരണ കാര്യമല്ല. നിങ്ങളുടെ ജീവിതത്തിൽ ആവർത്തിച്ചു നടക്കുന്ന ഒരു പാറ്റേൺ ആണത്. ഇതിനൊരു കാരണമുണ്ട്. നിങ്ങൾ വളരെ സെൻസിറ്റീവായ ഒരു വ്യക്തിയാണ്. മറ്റുള്ളവരുടെ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും നിങ്ങൾ വലിയ പ്രാധാന്യം നൽകുന്നു. ആരെങ്കിലും ഒരു ചെറിയ കാര്യം പറഞ്ഞാൽ പോലും അത് ദിവസങ്ങളോളം നിങ്ങളുടെ മനസ്സിൽ കിടന്ന് നിങ്ങളെ കരയിക്കും. കൂടുതൽ ചിന്തിച്ച് ഇല്ലാത്ത പ്രശ്നങ്ങൾ പോലും നിങ്ങൾ സൃഷ്ടിക്കും. എന്നാൽ ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ വളരെ ശ്രദ്ധിച്ചു കേൾക്കണം. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ, കണ്ണുനീർ നിറഞ്ഞ ആ ഇരുണ്ട ഘട്ടം നിങ്ങൾ ഇതിനകം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. അതെ, നിങ്ങൾ ഇപ്പോൾ ഒരു വഴിത്തിരിവിലാണ്. വലിയൊരു കൊടുങ്കാറ്റിൽപ്പെട്ട് തകർന്ന വള്ളത്തിൽ നിന്ന് ശാന്തമായൊരു തീരത്തേക്കടുക്കുന്ന നാവികനെപ്പോലെയാണ് നിങ്ങളിപ്പോൾ. നിങ്ങളുടെ ആഗ്രഹം എപ്പോൾ നടക്കും? നിങ്ങളുടെ ആഗ്രഹങ്ങൾ തീർച്ചയായും നടക്കാൻ പോവുകയാണ്. പക്ഷേ അതിനു മുൻപ് പ്രപഞ്ചം നിങ്ങളോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ ബൗണ്ടറികൾ നിങ്ങൾ സെറ്റ് ചെയ്യണം. ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത്. ആളുകളുടെ വാക്കുകൾ കേട്ടുമാത്രം തീരുമാനങ്ങൾ എടുക്കാതെ അവരുടെ പ്രവർത്തികൾ കൂടി ശ്രദ്ധിക്കുക. നിങ്ങളെ വിഷമിപ്പിക്കുന്നവരെ നോ എന്ന് പറയാൻ പഠിക്കുക. നിങ്ങളുടെ വിജയം എളുപ്പത്തിൽ കിട്ടുന്ന ഒന്നായിരിക്കില്ല. നിങ്ങളുടെ ഓരോ അനുഭവങ്ങളിലൂടെയും പാഠങ്ങളിലൂടെയും കണ്ണുനീരിലൂടെയുമാണ് ആ വിജയം വരുന്നത്. അതുകൊണ്ടാണ് അതിന് ഇത്രയധികം മൂല്യമുള്ളത്. നിങ്ങളുടെ കാത്തിരിപ്പ് അവസാനിക്കാൻ പോവുകയാണ്. നിങ്ങൾ ഇതുവരെ സഹിച്ച കഷ്ടപ്പാടുകൾക്കെല്ലാം 100 ഇരട്ടി പ്രതിഫലമായി ഒരു വലിയ സാമ്പത്തിക നേട്ടമോ സമാധാനമുള്ള ഒരു ജീവിതമോ നിങ്ങളുടെ പടിവാതിൽക്കലെത്തിക്കഴിഞ്ഞു. ആത്മാർത്ഥമായി അത് സ്വീകരിക്കാൻ തയ്യാറാകുക. സുഹൃത്തുക്കളെ, നിങ്ങൾ 11 തിരഞ്ഞെടുത്താലും 22 തിരഞ്ഞെടുത്താലും ഈ 2 നമ്പറുകളും നൽകുന്നത് ഒരു വലിയ സന്ദേശമാണ്. നിങ്ങളുടെ ജീവിതം മാറ്റുന്നത് വെറുമൊരു നമ്പരല്ല, മറിച്ച് നിങ്ങളുടെ തീരുമാനങ്ങളും നിങ്ങളുടെ ചിന്തകളുമാണ്. നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നു, നിങ്ങളുടെ ലക്ഷ്യത്തിനു വേണ്ടി നിങ്ങൾ എന്ത് പ്രവർത്തിക്കുന്നു എന്നതാണ് നിങ്ങളുടെ ഭാവിയെ നിർണയിക്കുന്നത്. ഈ നമ്പറുകൾ നിങ്ങളുടെ നിലവിലെ എനർജിയെ കാണിച്ചു തന്നു എന്നു മാത്രം. പക്ഷെ നിങ്ങളുടെ ജീവിതത്തിന്റെ തിരക്കഥ എഴുതാനുള്ള പേന നിങ്ങളുടെ കൈകളിൽ തന്നെയാണ്. നിങ്ങൾ എത്ര വൈകിയാലും, നിങ്ങൾ എത്ര തവണ ജീവിതത്തിൽ വീണുപോയാലും, എത്ര തവണ മറ്റുള്ളവരാൽ വഞ്ചിക്കപ്പെട്ടാലും നിങ്ങളുടെ ജീവിതത്തിലെല്ലാം ശരിയായി വരുന്ന ഒരു സുവർണ സമയം വരും. അത് നിങ്ങളുടെ സ്വന്തം സമയമാണ്. അത് തടഞ്ഞു നിർത്താൻ ഈ ലോകത്ത് ആർക്കും സാധിക്കില്ല. ഇപ്പോൾ നിങ്ങളിരിക്കുന്നിടത്ത് 2 കൈകളും നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്തുവെക്കുക. കണ്ണുകളടച്ച് പൂർണ്ണ വിശ്വാസത്തോടെ എന്റെയൊപ്പം മനസ്സിൽ ഈ വാക്കുകൾ ആവർത്തിക്കുക. എന്റെ കഴിഞ്ഞകാലത്തെ എല്ലാ സങ്കടങ്ങളെയും ഞാൻ വിട്ടയക്കുന്നു. എന്നെ വേദനിപ്പിച്ചവരോട് ഞാൻ പൂർണ്ണമായി ക്ഷമിക്കുന്നു. എനിക്ക് ലഭിക്കാൻ പോകുന്ന ആ വലിയ വിജയത്തിനായി ഞാൻ എന്നെത്തന്നെ തയ്യാറാക്കുന്നു. പ്രപഞ്ചമേ, എന്റെ ആഗ്രഹങ്ങൾ സഫലമാക്കിയതിന് നന്ദി. എന്നിലേക്ക് വരുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി നന്ദി നന്ദി. ഇനി പതുക്കെ നിങ്ങളുടെ കണ്ണുകൾ തുറക്കാം. നിങ്ങളുടെ മനസ്സിനിപ്പോൾ വലിയൊരു ഭാരമിറക്കിവെച്ചതുപോലെ തോന്നുന്നില്ലേ? അതെ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ പ്രപഞ്ചം ഏറ്റെടുത്തു കഴിഞ്ഞു. ഈ വീഡിയോ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു തിരിച്ചറിവുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തെരഞ്ഞെടുത്ത നമ്പർ താഴെ കമന്റ് ചെയ്ത് നിങ്ങളുടെ പോസിറ്റീവ് എനർജി പ്രപഞ്ചത്തെ അറിയിക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഈ സന്ദേശം ഷെയർ ചെയ്യുക. ഒരുപക്ഷേ അവരുടെ ജീവിതം മാറാനും ഇത് കാരണമായേക്കാം. എല്ലാവരുടെയും ജീവിതത്തിൽ ഐശ്വര്യവും സമാധാനവും സമ്പത്തും വന്നെത്തട്ടെ എന്ന് ഞാൻ ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു.